Dear students, ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് കൺകറന്റ് ഓഡിറ്റ് ഓർ കണ്ടിന്യൂസ് ഓഡിറ്റ് ആൻഡ് പീരിയോഡിക്കൽ ഓഡിറ്റ്. അതായത് കണ്ടിന്യൂസ് ഓഡിറ്റും പീരിയോഡിക്കൽ ഓഡിറ്റും ആണ് പഠിക്കാനുള്ളത്. അതിൽ കണ്ടിന്യൂസ് ഓഡിറ്റ് എന്താണെന്നും അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമുക്ക് ആദ്യം നോക്കാം. കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പോലെ തന്നെ ത്രൂ ഔട്ട് ദ ഇയർ ഓഡിറ്റിംഗ് നടത്തുന്നതിനെയാണ് കണ്ടിന്യൂസ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. എന്തിനാണ് ത്രൂ ഔട്ട് ദ ഇയർ ഓഡിറ്റിംഗ് നടത്തുന്നത്? നമ്മൾ സാധാരണ ഓഡിറ്റിംഗ് നടത്തുന്നത് എപ്പോഴാണ്? ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിങ്ങിലാണ് ഓഡിറ്റിംഗ് നടത്തുന്നത്. പക്ഷെ വലിയ വലിയ ഫേംസ് ഒക്കെ ആവുമ്പോൾ മൊത്തം ഒരു ഇത്ര സമയത്തിന്റെ ഉള്ളിൽ ചെയ്യാന്ന് പറയുന്നത് അവർക്ക് ബർഡൻ ആണ്. അപ്പൊ അതുകൊണ്ട് ആ ബർഡൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ ഓഡിറ്റിംഗ് നടത്തി വെക്കും. അപ്പൊ ഫൈനൽ ഓഡിറ്റിന് അത് എളുപ്പമാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു ഗുണം. സാധാരണ ഇലക്ട്രിസിറ്റി ബോർഡ്, ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെയാണ് കണ്ടിന്യൂസ് ഓഡിറ്റിംഗ് നടത്തുന്നത്. ചെറിയ സ്ഥാപനങ്ങളെ സംബന്ധിച്ച്, അതുപോലെ പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിങ്ങിനോ അതുപോലെ ചെറിയ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ഓഡിറ്റിന്റെ ആവശ്യമില്ല. അവർക്ക് സാധാരണ രീതിയിൽ നമ്മുടെ പീരിയോഡിക് ഓഡിറ്റ് തന്നെ മതി. ഓക്കെ, അപ്പോ എന്താണ് കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് മനസ്സിലായി. ഇനി നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജസ് പഠിക്കാം. അപ്പോ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് ഈസി ആൻഡ് ക്വിക്ക് ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. ഒരു വർഷത്തെ ഡാറ്റ എടുത്ത് നമ്മൾ ഇത്രയും ടൈമിന്റെ ഉള്ളിൽ റിപ്പോർട്ട് കൊടുക്കുന്നു പറയുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ പോസിബിൾ ആവുന്നില്ല. അപ്പൊ നമുക്കിപ്പോ 1 മന്തിലെയോ അല്ലെങ്കിൽ 3 മന്ത്സിന്റെയോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് എറേഴ്സും ഫ്രോഡ്സും ഒക്കെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്വിക്ക് പ്രസന്റേഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ്. അതായത് ഓഡിറ്റിംഗ് നടത്തി പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് സാധിക്കും. Since there is regular and constant checking of account, final accounts can be prepared and presented without any delay. Third one പറയുന്നു up to date work by staff. up to date ആയിട്ടുള്ള വർക്ക്, അതായത് നമ്മളിപ്പോ ഒരു മാസത്തെ കാര്യങ്ങൾ കഴിഞ്ഞു പെട്ടെന്ന് തന്നെ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോ that is very എന്താ പറയാ, അത്രയും വെരി സിമ്പിൾ. The constant visit of auditor will promote the staff to keep up to date work. അതായത് നമ്മളത് ചെക്ക് ചെയ്യാൻ ആൾക്കാർ വരും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അപ് ടു ഡേറ്റ് ആയിട്ട് വർക്ക് ചെയ്യും സ്റ്റാഫ്. കാരണം എന്താ വെച്ചാൽ ആരെങ്കിലും അത് സെർച്ച് ചെയ്യാൻ വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ട വിചാരിച്ചിട്ട് യാതൊരു ഡിലേ ഇല്ലാതെ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പറയുന്നു നോളജ് ഓഫ് ടെക്നിക്കൽ ഡീറ്റെയിൽസ്. നമ്മൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ചെയ്യും. അതനുസരിച്ച് ചെക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിലൂടെ നമുക്ക് ആ ടെക്നിക്കൽ ഡീറ്റെയിൽസ് നല്ല രീതിയിൽ അവൈലബിൾ ആവുകയും ചെയ്യും. Since the auditor is constant touch with the business, he knows the technical details of the business, which will help him in his work. Next പറയുന്നു efficient audit. Efficient audit possible ആവുന്നു കാരണം എന്താ? അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് അതാത് സമയത്തെ ബില്ല്, മറ്റത് ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും അതാത് സമയത്തെ ബില്ലുകൾ ചിലപ്പോൾ മിസ്സാവുകയും വേറെ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയൊക്കെ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. അപ്പൊ ഇതാവുമ്പോൾ എഫിഷ്യന്റ് ആയിട്ട് ഓഡിറ്റിംഗ് പോസിബിൾ ആവുന്നു. നെക്സ്റ്റ് വൺ പറയുന്നു പ്രിപ്പറേഷൻ ഓഫ് ഇന്ററിം റിപ്പോർട്ട്. ഇന്ററിം എന്താ? ഇന്ററിം മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇടക്കാല റിപ്പോർട്ട് എന്നൊക്കെ പറയും. അതാണ് ഇടയ്ക്കിടയ്ക്ക്. അത് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ ചെയ്യുന്ന ഓഡിറ്റിങ്ങിനെ ഇന്ററിം ഓഡിറ്റ് എന്ന് പറയുന്നു. അതിന്റെ റിപ്പോർട്ടിനെ നമ്മൾ എന്ത് പറയുന്നു? ഇന്ററിം റിപ്പോർട്ട് എന്ന് പറയുന്നു. അപ്പൊ ഈ ഇന്ററിം റിപ്പോർട്ട് ഫൈനൽ ഓഡിറ്റിനെ നമുക്ക് കുറച്ചൊക്കെ ഈസി ആയിട്ട് ചെയ്യുന്നതിന് സാധിക്കുന്നു എന്നുള്ളതാണ്. മോറൽ ചെക്ക് ഓൺ ദി സ്റ്റാഫ്. നമുക്ക് ഇപ്പോ ഞാൻ വർക്ക് ചെയ്ത ഒരു ഭാഗം മറ്റൊരു ആള് കൗണ്ടർ ചെക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് പരസ്പരം കൗണ്ടർ ചെക്ക് ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ വന്നിട്ട് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പരസ്പരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, if the auditor visits the clients regularly, it produces a considerable moral check on the clerks preparing the accounts. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ അത് സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് അതൊരു സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് പറയുന്നു മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ഓഡിറ്റ് സ്റ്റാഫ്. ഓഡിറ്റ് സ്റ്റാഫ് ഓഡിറ്റിംഗ് നടത്തുന്ന കാര്യത്തില് മാക്സിമം നമ്മൾ പറഞ്ഞില്ലേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അവരുടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് വൺ ഈസ്
Auditor can complete the work easy and confidence. Auditorക്ക് എല്ലാം വിശദമായി പരിശോധിക്കാൻ പറ്റി എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇതിലുണ്ടാവുന്നു. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ആണ്. ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആൾട്ടറേഷൻ ഓഫ് ഫിഗേഴ്സ്. ഇത്രയും സമയം നമ്മൾ കണ്ടിന്യൂസ് ഓഡിറ്റ് നല്ലതാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോ കണ്ടിന്യൂസ് ഓഡിറ്റിനെ കുറ്റം പറയാൻ പോവാണ്. ആൾട്ടറേഷൻ ഓഫ് ഫിഗേഴ്സ്. ഇങ്ങനെ ഒരു സാധ്യത എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഒരു മാസത്തെയോ 3 മാസത്തെയോ കാര്യങ്ങൾ ശരിയാക്കി വെച്ചു. ആ ശരിയാക്കി വെച്ചത് പിന്നീട് നോക്കണ്ട, അവസാന നിമിഷം ഒന്ന് ഓടിച്ചു നോക്കിയാൽ മതി എന്നതായിരുന്നു നമ്മുടെ അതിന്റെ ഗുണം എന്ന് പറയുന്നത്. നല്ലൊരു എക്സ്പേർട്ട് ആയിട്ടൊരു ക്ലർക്ക് ഒരു പക്ഷെ ആ ഫിഗറിൽ ആൾട്ടറേഷൻ വരുത്തിയാലോ എന്ത് ചെയ്യാൻ പറ്റും? അതൊരു പ്രശ്നമാണ്. ഡിസ്ലൊക്കേഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് ഓഡിറ്റ് വർക്ക് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അക്കൗണ്ടിങ് നടക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ ഓഡിറ്റ് ചെയ്യാൻ പറയുമ്പോൾ ബുദ്ധിമുട്ടല്ലേ? നേരെ മറിച്ച് ഒരു ഫിനാൻഷ്യൽ ഇയറിലെ കാര്യങ്ങൾ മൊത്തം കഴിഞ്ഞാല് പിന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കണ്ട. ഇത് ജൂണിലെ കണക്ക് കഴിഞ്ഞ് ജൂലൈയിലെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാവും ജൂണിലെ കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പൊ ഡിസ്ലൊക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. The frequent visit by the auditor may disclose the regular work of business. ഇനി അത് എക്സ്പെൻസീവ് ആണ്, കാരണം കണ്ടിന്യൂസ് ചെയ്യുന്നതും ഇയർ എൻഡിങ്ങിൽ ചെയ്യുന്നതും വ്യത്യാസം ഉണ്ടല്ലോ. അതുപോലെ മോർ ക്ലറിക്കൽ വർക്ക് ആവശ്യമാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് monotonous work. That is work of the auditor may become monotonous because of the frequent visit of the client's office. ഓഡിറ്റർക്ക് എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഓഫീസിൽ വരേണ്ട ആവശ്യം വരികയാണ്. നേരെ മറിച്ച് ഇയർ എൻഡിങ്ങിൽ വന്നാൽ മതിയാണ്. ഓക്കെ, താങ്ക് യു. സീ യു നെക്സ്റ്റ് ക്ലാസ്.